ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ? എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ്? നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ട് വന്നിരിക്കുന്ന സാധനമാണ് എപ്സ്റ്റീൻ ഫയൽസ്. എപ്സ്റ്റീൻ ഫയൽസ് റിലീസ്, എവിടെ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയൽസ്, ബാക്കി എന്തൊക്കെ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ? നമുക്കെല്ലാവർക്കും അറിയാം. ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെരിഫൈഡ് ആയിട്ടുള്ള ഒരു സെക്സ് ഒഫൻഡറാണ്, ട്രാഫിക്കറാണ്. അതേപോലെ തന്നെ അമേരിക്കയിലെ ഒരു വൺ ഓഫ് ദി വെൽത്തിയസ്റ്റ് കേസിൽ ഒരാളാണ്. എങ്ങനെയാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ ഈ പറയണ ആൾക്കാരുടെ ആ ഒരു ഉന്നമനത്തിലൂടെയൊക്കെ അവരുടെ അടുത്ത് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാനും അവരുടെ അടുത്ത് എങ്ങനെയാണ് ഇങ്ങനെ പാർട്ടീസ് അറേഞ്ച് ചെയ്യാനും ഒക്കെ അയാൾക്ക് സാധിക്കുന്നത്? ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ അയാൾ തന്നെയാണ് ആദ്യം തന്നെ ഈ പറഞ്ഞിട്ടുള്ള അമേരിക്കയിലെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ അയാൾ പഠിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട്. അന്ന് മുതലേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇയാളുടെ അടുത്ത് കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഇയാളെ ചുറ്റുപറ്റി നിൽക്കുന്നുണ്ട്. അയാളന്ന് അവിടെ നിന്ന് പുറത്താക്കുകയും പിന്നീട് അയാൾ തന്നെ റിയൽ എസ്റ്റേറ്റ് ഫേം തുടങ്ങുന്നതും ഫൈനാൻസർ ആവുന്നതും അതേപോലെ അയാൾ ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞിട്ടുള്ള മണി ലെൻഡിങ് പരിപാടികളൊക്കെ നടത്തുന്നതൊക്കെ അയാളുടെ ഈ പറഞ്ഞിട്ടുള്ള ഈ കാലങ്ങളോളമുള്ള ഒരു ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്യുന്നതാണ്. ഇയാൾ പിന്നീട് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ സൊസൈറ്റിയിലെ ഒളിഗാസ്, അതേപോലെ സൊസൈറ്റിയിലെ ഏറ്റവും വലിയ ആൾക്കാരും നമ്മൾ കണക്കാക്കി പറയുന്ന ഏറ്റവും റിച്ച് പൊളിറ്റീഷ്യൻസ്, അതേപോലെ ബിസിനസ് മാൻ, ഇവരൊക്കെ എല്ലാവരെയും കൂടെ ചേർത്തിട്ട് ഇയാൾ തന്നെ ഒരു ഐലൻഡ്, ഇയാളുടെ സെന്റ് മേരീസ് എന്ന് പറഞ്ഞ ഐലൻഡ് ഇയാൾക്കുണ്ട്. ആ ഐലൻഡിൽ വെച്ചിട്ട് ഒരുപാട് പാർട്ടീസൊക്കെ അറേഞ്ച് ചെയ്യായിരുന്നു. ഈ പാർട്ടീസിലാണെങ്കിലോ ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള അൺറേജ് ആയിട്ടുള്ള പെൺകുട്ടികളും അതേപോലെ കുട്ടികളെയൊക്കെ യൂസ് ചെയ്തിട്ട് ഇവർ തന്നെ ഒരുപാട് റിച്വൽസും അതേപോലെ ഒരുപാട് തന്നെ സെക്ഷുവൽ ആക്ടിവിറ്റീസൊക്കെ ഏർപ്പെടുകയായിരുന്നു. ഇങ്ങനെയാണ് ഈ 2005 ആയപ്പോഴത്തോടുകൂടി ഇയാളൊരു വെരിഫൈഡ് ആയിട്ടുള്ള സെക്സ് ഒഫൻഡർ ആണെന്ന്, അയാൾക്കെതിരെ 100-200ഓളം കേസസ് ഉണ്ടെന്ന് തെളിയിക്കപ്പെടുന്നതാണ്. ഇങ്ങനെയാണ് ഈ പറഞ്ഞ ജെഫ്രി എപ്സ്റ്റീൻ്റെ സ്റ്റോറി മുന്നോട്ട് വരുന്നത്. ഈ 2019 ആയ സമയത്ത് അയാൾ തന്നെ അതൊരു ഒരു തരത്തിലുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ അയാളത് പുറത്തുവിടും. അങ്ങനെയുള്ള രീതിക്കൊക്കെ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ടൂളായിട്ട് തന്നെ അത് ഏർപ്പെടുത്തുകയായിരുന്നു. പിന്നീടാണ് അയാൾ ജയിലിലായിരുന്നപ്പെടുന്ന സാഹചര്യത്തിൽ അയാളൊരു 7 ദിവസത്തിനുള്ളിൽ അയാൾ മരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ചുറ്റിലും ഒരുപാട് കളികൾ നമുക്ക് പറയാൻ നമ്മൾ ചിന്തിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് ചൊല്ലഴിയാത്ത രഹസ്യങ്ങൾ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഇതേപോലുള്ള സൈക്കോപാത്തിക് ആയിട്ടുള്ള സീരിയൽ കില്ലേഴ്സും അതേപോലെ ഇത്രയും മെന്റലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഇതൊക്കെ സാധിക്കുന്നെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പൊളിറ്റിക്കൽ ബാക്കിങ്ങും അതേപോലെ തക്കതായിട്ടുള്ള കോൺസ്പിറസീസും അതിനുള്ളിൽ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൂടെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് ഈ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലൂടെ എൻ്റെ ഒരു കുറച്ച് തോട്ട് പ്രോസസ്സ് ഞാനിതിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു വിട്ടുന്നതേ ഉള്ളൂ. നിങ്ങളത് എല്ലാവരും കണ്ടിട്ട് ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. ആൻഡ് സൈനിങ് ഓഫ്.